ആദ്യത്തെ ഇലക്ഷൻ 6-ാം അധ്യായം. അപ്പോൾ ഭൗമിക കാര്യനിർവഹണങ്ങൾക്ക് വേണ്ടി 7 കമ്മിറ്റി 6-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്തു. എൻ്റെ വാത്സല്യ സഹോദരൻ, അനുഗ്രഹീത ദൈവദാസൻ ഇന്ന് സംസാരിച്ച ദൂത് എൻ്റെ വചനത്തിന് മുന്നോടിയായിരുന്നു. ഒരേ പരിശുദ്ധാത്മാവാണ് നമ്മളിലെല്ലാം വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എന്നാൽ ഈ ദമ്പതികൾ ചത്തില്ലായിരുന്നെങ്കിൽ അവരും കയറി നിന്നേനെ. കാൻഡിഡേറ്റായിട്ട് മത്സരിക്കാൻ അവൾക്ക് നിൽക്കാൻ പറ്റത്തില്ലെങ്കിലും വോട്ട് പിടിക്കാൻ ഇറങ്ങിയേനെ. അവന് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ വിറ്റു കൊടുത്തതല്ലേ എന്ന് പറഞ്ഞേനെ. എന്നാൽ സ്വർഗസ്ഥന ദൈവം വിചാരിച്ചു ഇവരെ കൊന്ന ശേഷം ശുദ്ധീകരണം പ്രാപിച്ചിട്ടേ തെരഞ്ഞെടുപ്പ് നടക്കാവൂ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മഹായോഗമായ 90-ാം വാർഷിക സമ്മേളനം 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തിയതിൽ ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവരുടെയും സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഇലക്ഷന് മുമ്പും 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കട്ടെ. 3 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ പന്തലിടട്ടെ, ഇതുപോലെ കരയട്ടെ, നിലവിളിക്കട്ടെ. വിക്ടറി ഇൻ ജീസസ് നെയിം നിലവിളിക്കട്ടെ. അങ്ങനെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയ ശേഷം 8-ാം ദിവസം തെരഞ്ഞെടുപ്പ് നടത്തണം. അങ്ങനെയെങ്കിൽ മ്ലേച്ഛതയുടെ ഒരു പത്രവും ഈ കോമ്പൗണ്ടിൽ വീഴുകയില്ല. ഹൃദയം പൊട്ടി ഞാൻ പറയട്ടെ. ആദരണീയനായ സാറപ്പച്ചൻ കെ എബ്രഹാം സാർ അവരുകൾ പെന്തക്കോസ്ത് സത്യത്തെ ഉയർത്തി. ടി ഉമ്മച്ചനപ്പച്ചൻ അവരുകൾ ആ അടിസ്ഥാന വേദോപശങ്ങൾ ദൈവവചനത്തെ ഉയർത്തി. PM ഫിലിപ്പ് സാർ അവരുകൾ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനെ ഉയർത്തി. ആ കോമ്പൗണ്ടിൽ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയുടെ ആത്മാവ് വ്യാപരിക്കാതിരിക്കട്ടെ. അതിനാണ് 7 ദിവസം ഉപവാസ പ്രാർത്ഥന വേണം. ശുദ്ധീകരണത്തിന് ശേഷം ദൈവസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രാർത്ഥിച്ച് ചീട്ടിട്ടു. സ്നേഹിതരെ, പരിശുദ്ധാത്മ നിറവ്, പരിജ്ഞാന നിറവ്, നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ, അതാണ് ദൈവസഭയിലെ തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെയും വ്യവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുള്ളവർ സ്തുതിച്ചാണ്. ലോകം മിടുക്കന്മാരെ നോക്കുന്നു, പ്രഗത്ഭന്മാരെ നോക്കുന്നു, പ്രശസ്തന്മാരെ നോക്കുന്നു, സമർത്ഥന്മാരെ നോക്കുന്നു. എന്റെ ദൈവം ആത്മീകന്മാരെ നോക്കുന്നു, ആത്മീകന്മാരെ നോക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവ്, പരിജ്ഞാന നിറവ്, നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ കമ്മിറ്റിയിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചതെന്താ? ഒറ്റ കമ്മിറ്റി കൂടും മുമ്പേ സ്തേഫാനോസ് എന്ന ദൈവഭക്തൻ പുറത്തു ചാടി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. പദവികളല്ല ദൈവമക്കളെ, പദവികൾ നമുക്ക് ആവശ്യമാണ്. അത് വേദവ്യാസഭ കുത്തരിഞ്ഞ പുസ്തകമല്ല. ഞാനത് വിശ്വസിക്കുന്നു. അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കും അച്ചടക്കമുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് വേദവത്സരമാണ്. എന്നാൽ പദവിയേക്കാൾ വലുത് ശുശ്രൂഷയാണ്, സുവിശേഷീകരണമാണ്. അതുകൊണ്ട് അവൻ പുറത്തു ചാടി. എടാ, നീ എന്തിനാ പുറത്തു ചാടിയത്? ഭൗതിക കാര്യ നിർവഹണത്തിനല്ലേ നിന്നെ തെരഞ്ഞെടുത്തത്? യെസ്. പക്ഷേ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഇതകത്ത് വന്നാൽ സുവിശേഷം അറിയിക്കാതെ നിവൃത്തിയില്ല. അവൻ പുറത്ത് ചാടി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. പ്രകാശിക്കണമെങ്കിൽ അത് പുറത്ത് ചാടി വചനം പ്രസംഗിക്കുന്നവന്റെ മുഖത്തെ പ്രകാശമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ പുറത്ത് ചാടി ഈ പ്രകാശിച്ചപ്പോൾ ഇവനെ അങ്ങ് എറിഞ്ഞു പൊട്ടിച്ചാൽ നമുക്ക് അത് അന്ധകാരം പരത്താമെന്ന് പിശാച് കരുതി ആ ബൾബിനെ എറിഞ്ഞു പൊട്ടിച്ചു. പക്ഷേ സഭ തളർന്നില്ല കേട്ടോ.